നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ ആഹാരം കഴിച്ചതാണോ ചേച്ചി? ഞങ്ങളൊക്കെ കഴിച്ചു. വേണമെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാം. വേണ്ട, ഞങ്ങള് കഴിച്ചിട്ടാ വന്നത്. എടി, മക്കളെല്ലാരും ഉറങ്ങിയോ? അവരൊന്ന് ഭാനുമ്മയുടെ കൂടെ. അമ്മാവൻ കിടന്നാണോ? ആ, അച്ഛൻ നേരത്തെ കിടന്നു. എന്നാ നിങ്ങൾ കിടന്നു. ഞാൻ വാതിലടയ്ക്കാം. ചെന്ന് കിടക്കടി. ചേച്ചി, ദാസങ്ങളുടെ വീട്ടിലെ ഗസ്റ്റ് ആരാണെന്ന് അന്വേഷിച്ചോ ചേച്ചി? ഓ, അതവിടുത്തെ ജോലിക്കാരുടെ അനിയത്തിയും കൊച്ചുവാ. അവരെന്തോ ആവശ്യത്തിന് ടൗണിൽ വന്നപ്പോ അവിടെ കേറിയതാ. പിന്നെ വിനയം പറയുന്നത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു. രഘുവേട്ടനെ കുറിച്ച് ചേച്ചിക്കുള്ള മറ്റു സംശയങ്ങൾക്കൊക്കെ ദാസങ്ങളുടെ അടുത്തുനിന്ന് ഉത്തരം കിട്ടിയോ? എനിക്ക് രഘുവേട്ടന് അങ്ങനെ വലിയ സംശയമൊന്നുമില്ല ചീരു. രഘുവേട്ടൻ പണ്ടത്തെ പോലെ എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കാത്തതിന്റെ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. എടി, എന്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നു എന്നുള്ളൊരു തോന്നല്. ദാസങ്ങൾ അതൊക്കെ ക്ലിയർ ചെയ്ത് തന്നു. രഘുവേട്ടന്റെ മനസ്സിലൊന്നുമില്ല ചീരു. അതെ, ഒരു പാവ മനുഷ്യനാ. ആ, ഞാനേ പോയി വെള്ളം എടുക്കട്ടെ. നീ പോയി കിടന്നു. ശരി ചേച്ചി. ഇതെന്താനു ഇരട്ടത്തിരിക്കുന്നേ? ലോഡ് വരാൻ താമസിച്ചനു. ഷോപ്പിൽ നിൽക്കുന്ന കണ്ണന് അത്യാവശ്യം ഒരു വീട്ടിൽ പോകേണ്ടിയും വന്നു. പിന്നെ ലോഡ് ഇറക്കി കഴിയുന്നവരെ എനിക്ക് അവിടെ നിന്നല്ലേ പറ്റൂ. എന്തു പറ്റിയാനോ? അല്ല, നീ എന്താ വല്ലാതിരിക്കുന്നേ? സുഖമില്ലേ? അസുഖമൊന്നുമില്ല ഇന്ദ്രേട്ടാ, മനസ്സ് ശരിയല്ല. എന്തു പറ്റിയാനു? സോന വീണ്ടും നിന്നെ കുറ്റപ്പെടുത്താൻ വന്നോ? ഏയ്, അവളിനി കുറ്റപ്പെടുത്തിയാലും എനിക്ക് വിഷമമൊന്നുമില്ല. പിന്നെന്താ? അമ്മ എന്തെങ്കിലും? എന്റെ ധാരണകളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അമ്മ തകർത്ത് കളഞ്ഞു. അമ്മയെ സൂക്ഷിക്കണമെന്ന് ഇന്ദ്രേട്ടൻ പറഞ്ഞപ്പോഴും അമ്മ ഇത്ര അപകടകാരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനോ ജയിപ്പിക്കാനോ ഒന്നും അല്ല അമ്മ ശ്രമിക്കുന്നത്. പിന്നെ എന്നെ തോൽപ്പിക്കാനും അപമാനിപ്പിക്കാനും ആ മത്സരിപ്പിക്കുന്നത്. അവളെ ഇലക്ഷനിൽ മത്സരിക്കില്ല സോനെ. അവളുടെ അനീതി കാരണം ഞാൻ പുറത്തായതുപോലെ അനുപമയും നാണം കെട്ട് പുറത്തു പോകേണ്ടി വരും. ഒരു മനുഷ്യ സ്ത്രീയെ നന്നാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ചെയ്തതൊക്കെ വെറുതെ ആയല്ലോ ഇന്ദ്രേട്ടാ. പോട്ടേനോ, നമുക്കതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല. നഷ്ടം അമ്മയ്ക്ക് മാത്രമാ. അവരെന്ത് ചെയ്താലും നീ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യും, ജയിക്കുകയും ചെയ്യും. അതൊന്നും വേണ്ട ഇന്ദ്രേട്ടാ. അവരുമായി ഇനിയൊരു മത്സരത്തിന് ഞാനില്ല. നോമിനേഷൻ കൊടുക്കാൻ ഇനി 3 ദിവസം ബാക്കിയുണ്ടല്ലോ.
നമ്മൾ നാളെ പാർട്ടി ഓഫീസിൽ പോയി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലാന്ന് പ്രസിഡന്റിനോട് പറയാം. അനു, അവരിനി അതിനെ സമ്മതിക്കുവോ? എങ്ങനെയെങ്കിലും നമുക്കത് സമ്മതിപ്പിക്കണോ ഇന്ദ്രേട്ടാ? എന്നെ മാറ്റാൻ ഇന്ദ്രേട്ടന്റെ അമ്മ ഇനിയൊരു ചതിപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നമ്മളായിട്ട് അതിന്ന് മാറിയേ പറ്റൂ. അവരറിയണോ അത്? പക്ഷെ ഒരു തോറ്റുകൊടുക്കലായി പോയില്ല അനു. ആയിക്കോട്ടെ ഇന്ദ്രേട്ടാ, തോറ്റുകൊടുക്കൽ തന്നെയാ. കുറച്ചു നാളെങ്കിലും ആത്മാർത്ഥമായിട്ട് അമ്മയെന്ന് വിളിച്ചതിന്റെ തോറ്റുകൊടുക്കൽ. ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയ മറ്റൊരർത്ഥത്തിൽ അവര് തോൽക്കും. എന്നോട് പ്രതികാരം ചെയ്യാൻ കഴിയാത്തതിന്റെ തോൽവി. അനു, ഇന്ദ്രേട്ടന് വിഷമമുണ്ടോ ഞാൻ മത്സരിക്കാത്തതിന്? ഏയ്, നിന്റെ സന്തോഷവും സമാധാനമാണ് എനിക്ക് വലുത്. നമുക്ക് നാളെ തന്നെ പോയി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാം. നിന്നോട് ഞങ്ങൾക്കും പറയാനുള്ളത് അതുതന്നെ വിനയ. ദയവ് ചെയ്ത് നീ ആ പാവം പെണ്ണിനെ ധർമ്മസങ്കടത്തിലാക്കരുത്. അതെ മോനെ, അവൾക്കിപ്പോഴും നിന്നോടൊരു പകയുമില്ല. നീ നന്നായിട്ട് ജീവിച്ചു പോണെന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കിയെങ്കിലും നിനക്ക് അങ്ങോട്ട് പോകാതിരുന്നൂടെ? ഞാൻ അങ്ങോട്ട് പോവാതിരുന്നാലും എന്റെ ചീരു എന്നെ തിരക്കി ഇങ്ങോട്ടേക്ക് വരുമമ്മേ. അവൾ എന്നോട് സംസാരിച്ച കേട്ടപ്പോഴേ എനിക്ക് അങ്ങനെയാ തോന്നിയത്. എന്തൊക്കെ പറഞ്ഞാലും ചീരു എതിർത്തിരുന്നെങ്കിൽ അച്ഛൻ ഒരിക്കലും എന്നെ ദുബായിൽ നിന്ന് രക്ഷിക്കാൻ ഇടപെടില്ലായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? എൻ്റെ മകൻ അവളുടെ വയറ്റിൽ കിടന്ന് അവൻ്റെ അച്ഛനെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ടെന്നാ. നിങ്ങൾ നോക്കിക്കോ, ചീരു എൻ്റെ മോനെയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് ഇവിടെ വരും. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും. കണ്ടോ? അവൻ പ്രതീക്ഷിക്കുന്ന പോലെയൊക്കെ സംഭവിക്കേട്ടോ. സംഭവിച്ചാ നല്ലത്. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ ലതികെ പറ്റൂ.